ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി ഫ്രൈ ആണ്. സ്പെഷ്യലായിട്ട് മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 മത്തിയാണ് എടുത്തേക്കുന്നത്. അത് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ചരിച്ചു വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഞാൻ എടുത്തേക്കുന്നതാണ് ഈ മത്തി. അതിലേക്ക് വേണ്ട മസാലപ്പൊടി ഒന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 2 നുള്ള് ഉലുവാപ്പൊടിയും കുറച്ച് അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ക്രിസ്പി ആയിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ ഈ അരിപ്പൊടി ചേർത്തേക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും കിട്ടും. അതും ചേർത്ത് ആണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. വലിയ നാരങ്ങയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഇത് ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത മസാലയിലേക്ക് നമുക്ക് മീൻ പുരട്ടി വെക്കാം. നമ്മൾ നോർമലി മീൻ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിന്. ഉപ്പും മുളകും മഞ്ഞളും മാത്രമൊക്കെ ചേർത്ത് ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഫ്രൈ ആണ് ഇത്. നമുക്ക് ഈ മസാല പുരട്ടി ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഈ മസാലയൊക്കെ ഉപ്പും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. മീൻ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഇട്ട് കൊടുക്കുന്നത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ പാത്രത്തിൽ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. കറിവേപ്പില ഇടുന്നത് അതിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ആ മീനിൽ. അതും ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ആദ്യമേ ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് ഫ്രൈ ചെയ്ത് 2 സൈഡും നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ മീൻ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള മീനും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതുപോലെ 2 സൈഡും നല്ലതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലെടുത്ത് വെക്കാം. നമ്മുടെ ടേസ്റ്റിയായ മത്തി ഫ്രൈ റെഡിയായി. അതിനി ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.